ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സർവീസിന് ഒരു കൊറിയറിൽ വന്ന ലാപ്ടോപ്പാണ്. ഇത് അയച്ചിരിക്കുന്ന കസ്റ്റമറിൻ്റെ പേര് ആൽവിൻ എന്നാണ്. അസൂസിൻ്റെ ലാപ്ടോപ്പാണ്. ടഫ് ഗെയിമിംഗ് F15 സീരീസാണ്. ഇത് പർച്ചേസ് ചെയ്തിട്ട് ജസ്റ്റ് 1 ഇയർ, അതായത് ഔട്ട് ഓഫ് വാറൻറ്റിയാണ്. ജസ്റ്റ് 1 ഇയർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ കണ്ടീഷൻ നോ ഡിസ്പ്ലേ ആണ്. അതിൻ്റെ 1-2 സ്ഥലത്ത് സർവീസിന് കൊടുത്തു നോക്കിയായിരുന്നു, റെഡിയായില്ല. ഒരു ലെറ്റർ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫുൾ ഹിസ്റ്ററി എന്താണെന്നുള്ളതിനകത്ത് ലെറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. നോർമലി പിന്നെ നമ്മളെന്തായാലും ഓണാക്കിയപ്പോഴത്തേക്കും ലാപ്ടോപ്പ് ഓണാവുന്നുണ്ട്. നോ ഡിസ്പ്ലേ കണ്ടീഷനാണ്. ബാക്കി കീബോർഡിലൊന്ന് ലൈറ്റെല്ലാം വരുന്നുണ്ട്. നോ ഡിസ്പ്ലേ ആണ്. നോർമലി റാം ഒറ്റ തൊട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ റാം ഇഷ്യൂ എന്നേ തോന്നത്തുള്ളൂ. ഞാനെന്നാലും അതെന്തായാലും സർവീസ് സെൻറ്ററിൽ ബാക്കിയുള്ളവർ നോക്കിയിട്ടുള്ളതായിരിക്കും. എന്നാലും റാമെല്ലാം ചേഞ്ച് ചെയ്ത് നോക്കി. വേറെ ചെക്കിങ് റാമൊക്കെ ഇട്ട് നോക്കിയായിരുന്നു. ആ സെയിം കണ്ടീഷനാണ്. ബയോസിൻ്റെ സെക്ഷനിലോട്ട് നോക്കിയപ്പോൾ ബയോസൊക്കെ ഇതിന് മുന്നേ ആരോ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എന്നാലും എൻ്റെ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഒറിജിനൽ ബയോസ് ഞാനും ഒന്ന് പ്രോഗ്രാം ചെയ്ത് നോക്കി. വ്യത്യാസമൊന്നുമില്ല. വോൾട്ടേജും കാര്യങ്ങളും ചെക്ക് ചെയ്തപ്പോൾ എല്ലാ വോൾട്ടേജും എല്ലാം ഉണ്ട്. നോർമൽ രീതിയിലുള്ള എല്ലാ വോൾട്ടേജും കാര്യങ്ങളും ഉണ്ട്. സിഗ്നൽ പിന്നെ അതിനുശേഷം സിഗ്നൽ ചെക്ക് ചെയ്തു. സിഗ്നൽ സീരീസിലെല്ലാം ചെക്ക് ചെയ്തപ്പോൾ PCHൻ്റെ സെക്ഷനൊക്കെയാണ് ഫാൾട്ട് വന്നിരിക്കുന്നത്. എന്തായാലും നോർമലി കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ച് ഫിക്സ് ചെയ്തു. ലാപ്ടോപ്പ് ഓക്കെയാണ്. ലാപ്ടോപ്പ് റെഡി ആയി.